നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച സാമൂഹ്യ പ്രവർത്തക ജസ്ല മാടശ്ശേരി. രാഹുലിന്റെ വിവാദ അഭിമുഖത്തിലെ പീഡന ന്യായീകരണങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ ആത്മരോഷമാണ് തന്റെ പ്രതികരണത്തിന് പിന്നിലെന്ന് അവർ വ്യക്തമാക്കി. പീഡനവീരന്മാരെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധി ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്നും ജസ്ല തന്റെ പോസ്റ്റിലൂടെ തുറന്നടിച്ചു. അസുഖബാധിതയെ കിടക്കുമ്പോഴാണ് രാഹുലിന്റെ അഭിമുഖം കണ്ടതെന്നും ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നും ജസ്ല പറയുന്നു. താൻ സ്വയം കുട്ടപ്പനാകാൻ ശ്രമിക്കുന്നത് രാഹുലിനൊട്ടും ചേരുന്നില്ല. ഇരകളുടെ വാക്കുകളും രാഹുലിന്റെ ഉരുണ്ടുകളിയും മാത്രം മതി അവന്റെ തനിനിറം മനസ്സിലാക്കാനെന്ന് ജസ്ല കുറിച്ചു. തന്റെ പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകളുമായി എത്തുന്നവർക്ക് ജസ്ല കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. തന്റെ പക്കലുള്ള തെളിവുകൾ പുറത്തുവിട്ടത് വ്യക്തിപരമായ ശത്രുത കൊണ്ടല്ല, മറിച്ച് സൗഹൃദങ്ങൾ തുടങ്ങി സ്ത്രീകളുടെ വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ചൂഷണത്തിലേക്ക് എത്തിക്കുന്നവരോടുള്ള പ്രതിഷേധമാണത്. ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സെന്റ് അടിച്ച് ഈ നാറ്റം മാറ്റാൻ കഴിയില്ലെന്ന് ജസ്ല പരിഹസിച്ചു. ലെറ്റ്സ് ക്ലീൻ അവർ കേരള പൊളിറ്റിക്സ് എന്ന ഹാഷ്ടാഗോടെയാണ് ജസ്ല തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ജസ്ലയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്നലെ രാവിലെ മുതൽ എനിക്ക് തീരെ വയ്യായിരുന്നു. പനി, ജലദോഷം, ചുമ. സത്യം പറഞ്ഞാൽ കുറുജീവനായിരുന്നു. കിടക്കുന്നതിനിടയിലാണ് രാഹുലിന്റെ പീഡന ന്യായീകരണ ഇന്റർവ്യൂ കാണുന്നത്. ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് പീഡനം ന്യായീകരിക്കപ്പെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ഭീകരമാണ്. പോസ്റ്റ് ഇട്ട് പിന്നെയും കിടന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പോസ്റ്റ് എങ്ങോട്ടാ പറന്ന് എന്നറിയുന്നത്. ഇന്നലെ കുറേ കാളുകൾ ഉണ്ടായിരുന്നു, വയ്യാത്തോണ്ട് എടുത്തുമില്ല. നിങ്ങളിൽ പലരും ഇത് രാഷ്ട്രീയമായി മാത്രം കാണുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ചതികളിലൂടെ വിശ്വസിച്ച് ചതിക്കപ്പെട്ട് കടന്നു പോകുന്ന സ്ത്രീകളുമായി നിരന്തരം സംവദിക്കുന്നവരാണ് സമൂഹത്തിൽ ഫെമിനിസ്റ്റ് എന്ന പേരിൽ നിങ്ങൾ ചാപ്പയടിച്ച് തന്ന കുറേ വെടക്ക് പെണ്ണുങ്ങൾ. സ്വാഭാവികമായും സ്ത്രീകളുടെ ശബ്ദങ്ങൾ പുറത്തേക്ക് ശക്തമായി ഒഴുകുന്നത് ദഹിക്കാൻ മാത്രം പരുവം ഈ നൂറ്റാണ്ടിലും സ്ട്രഗ്ലിംഗ് തന്നെയാണ്. പ്രതികരിച്ച സ്ത്രീകളുടെയും അവരോടുള്ള നമ്മുടെ പ്രബുദ്ധ സമൂഹത്തിലെ ഒരു വിഭാഗത്തിൻ്റെ വളരെ മാന്യമായ സമീപനവും നമ്മൾ കണ്ടു. അന്ന് മുതൽ എൻ്റെ ഫോണിലുണ്ട് അത്. എന്നാലും ഞാൻ അതിനെ അങ്ങനെ ഒരു സെൻസിലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. KSU പ്രവർത്തന കാലത്ത് അനേകം സൗഹൃദങ്ങളുണ്ട്, നല്ല സൗഹൃദങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്. പക്ഷേ അവൻ്റെ ഇൻ്റർവ്യൂവിലെ ന്യായീകരണം കണ്ടപ്പോൾ സ്വയം കുട്ടപ്പനാവുന്നത് അവന് യോജിക്കുന്നേയില്ല. പിന്നെ ആ പോസ്റ്റിന് താഴെയും ന്യൂസ് ലിങ്കുകൾക്ക് താഴെയും എനിക്ക് ചെസ്റ്റ് നമ്പറൊക്കെ ഇടുന്നത് കണ്ടു. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ FIR എഴുതാൻ അറിയാം. FIR-ന് മുൻപ് ചെള്ള പൊളിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ അതും ചെയ്യും. അതല്ല, ഭിത്തിയിൽ ഒട്ടിക്കണമെങ്കിൽ സ്ട്രോങ് ഡബിൾ ടൈപ്പ് വാങ്ങി അതും ചെയ്യും. നിങ്ങൾ തലയിലേറ്റ് ജയിപ്പിച്ചു വിട്ട ഒരു മഹാമാന്യ നിഷ്കുവിന് അത് വൃത്തിക്കറിയാം. പിന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് എനിക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു തരാൻ നടക്കുന്നവരോട് ഫെമിനിസ്റ്റ്, എയ്ഡ്സ്, കിട്ടാതെ മുന്തിരി പുളിക്കും, വെടക്ക്, ഇതൊക്കെയല്ലേ പ്രബുദ്ധരായ സമൂഹം എന്ന് നിങ്ങൾക്ക് വിളിക്കാനുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഞാനടങ്ങുന്ന അനേകം സ്ത്രീകളുണ്ട്. ഞങ്ങൾക്കൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ അടക്കവും ഒതുക്കവും കുറവാണെന്നേ ഉള്ളൂ. വാക്കുകൾക്കും ഗഡ്സിനും ഒന്നും കുറവുണ്ടാകില്ല, മുട്ടുണ്ടാവില്ല. നിങ്ങൾ തെറി വിളിച്ച് ആനന്ദം കൊള്ളുക. ഞങ്ങൾ ആത്മാഭിമാനം പണയം വെച്ചില്ല എന്ന ആത്മസംതൃപ്തിയിൽ തുടരും. പെണ്ണുങ്ങൾ എന്നാൽ നിൻ്റെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് കുണുങ്ങി മാത്രം ജീവിക്കേണ്ടവരാണ് എന്നൊരു ധാരണ നിന്നെയൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട്. രാഹുൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളും ഇരകളുടെ വാക്കുകളും വഴികളും രാഹുലിൻ്റെ വ്യക്തതയില്ലാത്ത ഉരുളലും മാത്രം മതി. അവനെ നിങ്ങൾ കുറേ ലീഗുകാർ ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സെന്റ് അടിച്ച് നാറ്റം മാറ്റിയിട്ട് കാര്യമില്ല. സെന്റിൻ്റെയും ചീഞ്ഞളിയുന്നതിൻ്റെയും കൂടെയും ഒരു ദുർഗന്ധം, അതാണ് ഉണ്ടാവുന്നത്. അസഹനീയം. രാഹുൽ ഒരു യുവ MLA ആണ് എന്നതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം നാളെ അവനെ നമ്പി അവൻ്റെ അടുക്കിലേക്ക് സഹായകരങ്ങൾ നീട്ടി അനേക സ്ത്രീകൾ കടന്നു ചെല്ലേണ്ടി വരും. അവരുടെ സാഹചര്യം ചൂഷണം ചെയ്യുന്ന ഒരു MLA അല്ല നമുക്ക് വേണ്ടത്. രാഷ്ട്രീയം അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ആ കുപ്പായം ഇട്ടാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം മാറി. നിങ്ങൾ പാർട്ട് ടൈം രാഷ്ട്രീയക്കാരല്ല, ഫുൾ ടൈം ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്തു അയക്കുന്നവരാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക എന്നത് നിർബന്ധമായി സംഭവിക്കേണ്ട ഒന്നാണ്. ഈ ജനാധിപത്യ രാഷ്ട്രീയ സമൂഹത്തിൽ നിങ്ങളിലാണ് ഓരോ പൗരൻ്റെയും വിശ്വാസവും പ്രതീക്ഷയും കിടക്കുന്നത്. അവനവൻ്റെ മണ്ഡലം നവീകരിക്കുക എന്നതിനപ്പുറം സ്ത്രീകളുടെ ഇൻബോക്സുകളും സൗഹൃദങ്ങളും പ്രണയങ്ങളും ഗർഭങ്ങളും പുഷ്പിക്കുക എന്നത് ഹോബിയായി എടുക്കുക. സൈഡായി രാഷ്ട്രീയ പ്രവർത്തനം ബുദ്ധിമുട്ടാണ്, ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. പോസ്റ്റിന് താഴെയുള്ള തെറികൾ കംപ്ലീറ്റ് വായിച്ചിട്ടില്ല, പോയി വായിക്കട്ടെ. പീഡനവീരന്മാരുടെ സപ്പോർട്ട്, പ്രൊമോഷൻ ടീമിൻ്റെ നിർഗള തെറികളും വൃത്തികെട്ട ഫ്രസ്ട്രേഷനുകളും വായിക്കട്ടെ. എൻ്റെ നാട് എന്ത് പ്രബുദ്ധം എന്ന് ആനന്ദം കൊള്ളട്ടെ. തെറി, ലൈംഗികാരോപണം, വസ്ത്രം, മൂക്കുത്തി, എന്തുവാടെ സോഷ്യൽ മീഡിയ ഉണ്ടായ കാലം മുതലേ ക്ലീഷയായി പെണ്ണുങ്ങളോട് വിളിക്കുന്നതല്ലാതെ വല്ല പുതിയതുമുണ്ടേൽ വിട്. എല്ലാവരുടെയും സ്വകാര്യ സൗഹൃദ സംഭാഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊന്നും ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല. ഇന്നോളം വിഷയമായിട്ടുമില്ല, ആക്കിയിട്ടുമില്ല. നമ്മളെല്ലാം ആവശ്യത്തിൽ കൂടുതൽ സൗഹൃദങ്ങൾ ഉള്ളവരാണ്. എന്നാൽ ഇങ്ങനെ സൗഹൃദങ്ങൾ തുടങ്ങി അത് അനേകം സ്ത്രീകളുടെ വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ജീവിതത്തെയും ചൂഷണത്തിലേക്ക് എത്തിച്ചവനെന്ന ബോധ്യമായ ഒരുവനോടുള്ള പ്രതിഷേധം, അത് മാത്രമാണ് ആ സ്ക്രീൻഷോട്ട്. ഇമാതിരികളുടെയൊക്കെ ഇര എന്ന ടാഗ്ലൈനേക്കാൾ ബെറ്റർ തീരുമാനമാക്കി ജയിലിൽ പോകുന്നതാണ്. ഒരു ആശ്വാസത്തിന് പറഞ്ഞതാണ്. ലെറ്റ്സ് ക്ലീൻ അവർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്ല കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തനിക്ക് അയച്ച ചാറ്റുകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ജസ്ല പങ്കുവച്ചിരുന്നു. രാഹുൽ വെറും ഒരു കോഴിയല്ലെന്നും മറിച്ച് കുരുപ്പ് പിടിച്ച കോഴിയാണെന്നുമായിരുന്നു ജസ്ല തൻ്റെ Facebook പോസ്റ്റിലൂടെ തുറന്നടിച്ചത്.